മക്കളെ, നമ്മുടെ 10th സ്റ്റേജ് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫിലെ കുറേ പേർക്കും പഠിച്ചിട്ടും അങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ പാടുള്ള ഒരു ടോപ്പിക്കാണ് ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ മുറിഞ്ഞു മാറൽ പ്രക്രിയ എന്നൊക്കെ നമ്മൾ പറയും. നമുക്കറിയാം വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം. നമ്മൾ അച്ഛനും അമ്മേനെയും പോലെ അതേ കോപ്പീസ് അല്ല, നമ്മൾ കുറച്ച് വ്യത്യസ്തരാണ്. നമ്മുടെ കണ്ണിലും മൂക്കിലും നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിലൊക്കെ ഈ മാറ്റം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനമാണ്. എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം ഉണ്ടാകുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഞാൻ ഈ പറഞ്ഞ ക്രോസിംഗ് ഓവർ ആണ്. രണ്ടാമത്തേത് മ്യൂട്ടേഷൻ ആണ്. ഒന്നാമത്തെ ഈ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോമസോമുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? അവരുടെ ജീൻസുകൾ തമ്മിൽ കൈമാറുന്നതാണ്. ഈ വീഡിയോയിൽ ഇതാ മിസ് കാണിക്കുന്നത് പോലെ തന്നെ ഇവിടെ ക്രോമസോമിൽ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ 46 ക്രോമസോമുകൾ, അതായത് 23 ജോഡി ക്രോമസോമുകളാണ് നമ്മുടെ ഓരോ കോശത്തിൽ ഓരോ സെല്ലിലും ഉള്ളത്. അപ്പം ഇതിൽ ഒരു സെറ്റ് ക്രോമസോം എടുക്കുമ്പോൾ അതിലെ ആ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ എന്ത് ചെയ്യുന്നു? അവരുടെ ആംസ് തമ്മിൽ കൈമാറുന്നു. ഇവിടെ നിങ്ങൾ നോക്കുന്ന പോലെ രണ്ടാളും കൂടെ കൈമാറ്റം ചെയ്ത് കഴിയുമ്പോൾ ഒരു എക്സ് ഷേപ്പ് ഫോർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ എക്സ് ഷേപ്പ് ഫോർമേഷൻ കാണുമ്പോൾ അവിടെ നിങ്ങൾ കാണുന്നില്ലേ ഒരു പോയിന്റ്? ആ എക്സ് ഫോർമേഷൻ ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ പറയുന്നത് കയാസ്മ എന്നാണ്. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കുന്ന ഒരു പോയിന്റും കൂടിയാണ്. അപ്പോൾ കയാസ്മ ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നു? ഈ ആംസ് തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ ഈ കളറിലുള്ള ചേഞ്ചസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ട് പേരുടെയും ജീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതായത് നമുക്ക് നമ്മുടെ അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്തു നിന്നും കിട്ടിയ സെല്ലിൽ നിന്നും മാറ്റം വരുന്നത് ഈ ക്രോമസോമുകൾ തമ്മിൽ കൈമാറ്റം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ജീനുകൾ കൈമാറ്റം ചെയ്യുന്നു. ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ആ ഒരു പാറ്റേൺ മാറുന്നു. അതുവഴി ഉണ്ടാവുന്ന പ്രോട്ടീനിലൊക്കെ ചേഞ്ചസ് വരുന്നു. അങ്ങനെ നമുക്ക് വേരിയേഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ മ്യൂട്ടേഷൻ, നമ്മൾ എന്താണ് ഡിഫൈൻ മ്യൂട്ടേഷൻ, എന്താണ് മ്യൂട്ടേഷൻ എന്ന് ചോദിക്കാറുണ്ട്. അതെന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇതുപോലത്തെ അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. ഇങ്ങനത്തെ കൂടുതൽ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ഡയഗ്രാം വരച്ച് പഠിക്കുന്നത് നമ്മുടെ ബാച്ചിലാണ്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ റിവിഷനും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാൻ എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് വരെ. അസ്ത്ര ബാച്ച് വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടി. സോ സീ യു സൂൺ. ബൈ.